നമസ്കാരം. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക രാഷ്ട്രങ്ങളെ മുഴുവൻ കാൽക്കീഴിലാക്കിക്കൊണ്ട് നൂറ്റാണ്ടുകളോളം അവരെ കിടുകിട വിറപ്പിച്ചുകൊണ്ട് തങ്ങളുടെ അധീശത്വവും മേൽക്കോയ്മകളും നിലനിർത്തിയ ഏക രാഷ്ട്രമാണ് ഗ്രേറ്റ് ബ്രിട്ടൻ. ലോകത്തിന്റെ ഒരു ഭാഗത്ത് രാത്രിയും മറുഭാഗത്ത് പകലും ആയിരിക്കുമ്പോഴും ബ്രിട്ടന്റെ കയ്യിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭരണചക്രം സജീവമായിരുന്നു. അതുകൊണ്ട് ലോകം ബ്രിട്ടനെ നോക്കി ആദരവോടെയും തെല്ല് അസൂയോടെയും ഭയത്തോടെയും സൂര്യൻ അസ്തമിക്കാത്ത നാടെന്ന് വിളിച്ചു. ഇന്ന് ലോകത്തിലെ ഒരു രാഷ്ട്രങ്ങൾക്കും ആശ്രയിക്കാതെ മുമ്പോട്ട് പോകാനാകാത്ത സാമ്രാജ്യ ശക്തിയായ അമേരിക്ക പോലും ഒരിക്കൽ ബ്രിട്ടന്റെ കോളനി വാഴ്ചകൾക്ക് കീഴിലായിരുന്നുവെന്ന് അറിയുമ്പോഴാണ് ആരായിരുന്നു ബ്രിട്ടൻ എന്നും എന്തായിരുന്നു അവരുടെ ശക്തിയെന്നും ലോകം തിരിച്ചറിയുന്നത്. എന്നാൽ സൂര്യൻ അസ്തമിക്കാത്ത ആ ബൃഹത് സാമ്രാജ്യത്തെ നൈസർഗികതയുടെയും പാരമ്പര്യ പ്രൗഢികളുടെയും സൂര്യൻ അസ്തമിക്കുകയും അവിടേക്ക് കുടിയേറ്റക്കാരായും അതിഥികളായും അഭയാർത്ഥികളായും എത്തിയവർ ആ രാജ്യത്തെ പൂർണ്ണമായി കീഴടക്കി. അവരുടെ മതാധിപത്യത്തിന് കീഴിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ ബ്രിട്ടനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ബ്രിട്ടീഷ് രാജകീയതയുടെ പ്രൗഢി വിളിച്ചോതിക്കൊണ്ട് തല ഉയർത്തിപ്പിടിച്ചു നിന്ന വിൻഡസർ കാസിൽ കൊട്ടാരത്തിൽ ഇപ്പോൾ ഉച്ചസ്ഥിരം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് റമദാൻ പ്രാർത്ഥനകളാണ്. ക്രിസ്തീയ ദേവാലയങ്ങൾ ദിവസേന ഇല്ലാതാകുകയും മോസ്കുകൾ പെരുകുകയും ചെയ്യുന്നു. ശരീഅത്ത് കോടതികൾ വർദ്ധിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. ബ്രിട്ടീഷ് നിയമത്തിനൊപ്പം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് 80-ലധികം ശരീഅത്ത് ഇസ്ലാമിക മത കോടതികളാണ്. ബ്രിട്ടന്റെ തനത് മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിബദ്ധതയുള്ള യാഥാസ്ഥിക പാർട്ടികളുടെ ഭരണകാലം തീരുമ്പോൾ പാശ്ചാത്യ മനുഷ്യരുടെ ലിബറൽ നയങ്ങളിൽ പിടിമുറുക്കിക്കൊണ്ട് അധീശത്വം ഉറപ്പിക്കുന്ന തീവ്ര ഇടത് സർക്കാരുകൾ അധികാരത്തിൽ വരികയും ബ്രിട്ടന്റെ നാശത്തിന് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ദിവസേന പെരുകിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ജനസംഖ്യ ഇനിയുള്ള വെറും 2 പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഇരട്ടിയാകുന്നതോടെ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമെന്ന് പുകൾപ്പെട്ട രാഷ്ട്രത്തിന്റെ നിയന്ത്രണങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ പിടിച്ചെടുത്ത് അതിന്റെ അസ്തമയം വേഗത്തിലാക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. അത് അറിഞ്ഞോ അറിയാതെയോ അത്തരം എല്ലാ നീക്കങ്ങൾക്കും പിന്തുണയുമായി ഇപ്പോഴത്തെ ലേബർ സർക്കാർ കൂടെ നിൽക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. പണ്ടൊരിക്കൽ ബ്രിട്ടനിൽ പോയിട്ട് മടങ്ങി വന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായ MV ഗോവിന്ദൻ ഇതിന്റെയൊക്കെ സൂചന എന്നവണ്ണം പറഞ്ഞത് ബ്രിട്ടനിൽ ക്രിസ്തീയ പള്ളികൾ കുറയുന്നുവെന്നും തൽസ്ഥാനത്ത് പബ്ബുകളും ബാറുകളും പെരുകുന്നുവെന്നുമായിരുന്നു. അന്ന് ഗോവിന്ദന്റെ പ്രസംഗം വിവാദമാകുകയും അതിനെതിരെ ക്രൈസ്തവ നേതൃത്വം ശക്തമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്നാൽ ഗോവിന്ദൻ സഖാവിന്റെ നിരീക്ഷണങ്ങളെ ശരിവെക്കുന്ന തരത്തിൽ ബ്രിട്ടനിൽ ക്രിസ്ത്യൻ അസ്തിത്വം തിരോഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 3500ഓളം ക്രിസ്ത്യൻ പള്ളികളിൽ ഭൂരിപക്ഷവും ബ്രിട്ടന്റെ ഔദ്യോഗിക സഭയായ ആംഗ്ലിക്കൻ സഭയാണ്. എന്നാൽ ആകെ തുകയായി വെളിപ്പെടുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ശോഷണം തന്നെയാണ് ഈ പൂട്ടപ്പെടുന്ന പള്ളികളിൽ പലതും. പൂട്ടിയിരിക്കുന്ന 3500ഓളം ക്രിസ്ത്യൻ പള്ളികളിൽ ഭൂരിപക്ഷവും ബ്രിട്ടന്റെ ഔദ്യോഗിക സഭയായ ആംഗ്ലിക്കൻ സഭയാണ്. എന്നാൽ ആകെ തുകയായി വെളിപ്പെടുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ശോഷണം തന്നെയാണ്. ഈ പൂട്ടപ്പെടുന്ന പള്ളികളിൽ പലതും മോസ്കാക്കി മാറ്റുന്നു എന്നത് തന്നെയാണ് ഈ പ്രതിഭാസത്തെ ഗൗരവമായ വിഷയമാക്കി മാറ്റുന്നത്. പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും നേരെയുള്ള വഴിക്കോ അല്ലാതെയോ ബ്രിട്ടനിലേക്ക് എത്തിയ കുടിയേറ്റക്കാരാണ് ആ രാജ്യത്തെ ഇപ്പോൾ ശക്തമായി കീഴടക്കിയിരിക്കുന്നത്. ഏകദേശം 10-ലധികം വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ഒരു ജനസംഖ്യാ റിപ്പോർട്ട് അനുസരിച്ച് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജനസംഖ്യ 7% വർദ്ധിച്ച് 56.5 മില്യണായി ഉയർന്നതിൽ 3.5% വളർച്ചയും കുടിയേറ്റം കാരണമാണ് ഉണ്ടായതെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
79% ക്രൈസ്തവരുമായി ക്രൈസ്തവ രാഷ്ട്രമായി തന്നെ ബ്രിട്ടൻ തുടരുന്നുവെന്നുള്ള സർവേ റിപ്പോർട്ടുകൾ 2001 പുറത്തു വന്നിരുന്നുവെങ്കിലും 2011 റിപ്പോർട്ട് അനുസരിച്ച് 77% എന്നത് 59% കൂപ്പുകുത്തി വീണിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ 1.8 മില്യൺ ആയിരുന്ന മുസ്ലിം ജനസംഖ്യയാകട്ടെ ഇപ്പോൾ 39 മില്യണായി വർദ്ധിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മേയർമാരും ക്യാബിനറ്റ് മന്ത്രിമാരും ഫസ്റ്റ് മിനിസ്റ്റർ ആകുവാനും കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ ബ്രിട്ടനിൽ എത്തിച്ചേർന്നവർ അവർ വന്ന പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകളെ കൂട്ടിക്കൊണ്ടുവരികയും ബ്രിട്ടനിലെ ലിബറൽ പാർട്ടികളുടെ മൂല്യശോഷണത്തിൽ പിടിമുറുക്കിക്കൊണ്ട് നിയമപരമായ സാധ്യതകൾ നേടിയെടുക്കുകയും അവിടെ പടർന്ന് പന്തലിച്ച് പൗരത്വം കൈയാളുകയും കൃത്യമായി സമ്മതിദാന അവകാശം വിനിയോഗിക്കുകയും ചെയ്ത് ബ്രിട്ടനിലെ അധികാര രാഷ്ട്രീയത്തിലും പിടിമുറുക്കിക്കൊണ്ട് അവർ ആസൂത്രണം ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ അവരുടെ വരുതിക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ. ഇങ്ങനെ അധികാര ശ്രേണിയിലെത്തിയ ഇവരിൽ ഭൂരിപക്ഷവും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആശയങ്ങളിൽ നിലനിൽക്കുകയും അതിനുവേണ്ടി ശക്തമായി തന്നെ വാദിക്കുകയും ചെയ്യുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്നപ്പോൾ ഇവർ ഹമാസിന് വേണ്ടി തെരുവുകളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തുകയും കൃത്യമായി ഇസ്രായേൽ വിരുദ്ധ അജണ്ടകൾ പുറത്തെടുക്കുകയും ചെയ്തു. മുൻ ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന സുയേല്ല ബ്രവർമാനും ബ്രിട്ടീഷ് പൗരത്വമുള്ള ബഹ്റിൻകാരനായ സോഷ്യൽ അനലിസ്റ്റ് അംജാദ് താഹിയും നടത്തിയ വെളിപ്പെടുത്തലുകൾ ലോകത്തെയാകെ ഞെട്ടിച്ചിരുന്നു. ബ്രിട്ടനിലെ വെള്ളക്കാരായ പെൺകുട്ടികളെ പാകിസ്ഥാൻകാരും അഫ്ഗാനികളുമായ പുരുഷന്മാർ ക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിക്കൊണ്ട് അവരെ നശിപ്പിക്കുന്നുവെന്നായിരുന്നു സുയല്ലായുടെ വെളിപ്പെടുത്തൽ. അതിനെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് നീണ്ട 20ലധികം വർഷങ്ങളായി വോക്കിസ്റ്റ് പാർട്ടികളുടെയും പോലീസിന്റെയും ഒക്കെ ഒത്താശയോടെ പാക് ഗ്രൂമിംഗ് ഗാങ്ങുകൾ അതിമാരകമായി പെൺകുട്ടികളെയും സ്ത്രീകളെയും പീഡനത്തിന് ഇരയാക്കിക്കൊണ്ട് അവരുടെ ലൈംഗിക അടിമകളാക്കി മാറ്റിയതിന്റെ വിവരങ്ങൾ പുറത്തു വന്നത്. എല്ലാ അറബ് രാജ്യങ്ങളിൽ ഉള്ളതിലുമധികം ഇസ്ലാമിക തീവ്രവാദികൾ ബ്രിട്ടനിൽ ഉണ്ടെന്നും ഫ്രീ സ്പീച്ചിന്റെ പേരിൽ ബ്രിട്ടീഷ് സർക്കാർ അത്തരം തിന്മ നിറഞ്ഞ നടപടികൾക്ക് കളമൊരുക്കുകയാണെന്നും അംജദ് താഹ വ്യക്തമാക്കി. ഇസ്ലാമിലെ തീവ്ര നിലപാടുകാരെയെല്ലാം സൗദിയും UAEയും എല്ലാം പുറത്താക്കി. എന്നാൽ അവരെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ബ്രിട്ടനിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണെന്നും ബ്രിട്ടൻ അവർക്ക് സംരക്ഷണം ഒരുക്കുകയാണെന്നും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് ഇസ്ലാമിക ബ്രദർഹുഡ് എന്നും ഇത്തരം സംഘടനയുടെ ചെല്ലും ചെലവും ഏറ്റുവാങ്ങി ബ്രിട്ടനിൽ ഭീകരവാദികൾ അനുദിനം പെരുകിക്കൊണ്ടിരിക്കുകയാണെന്നും അതിനെതിരെ ഫലപ്രദമായി ഒന്നും ചെയ്യാനാകാതെ സ്റ്റാർമർ സർക്കാർ കുഴയുകയാണെന്നും അംജദ് താഹ അന്ന് തുറന്നു പറഞ്ഞിരുന്നു. ഇസ്ലാമിലെ തീവ്ര നിലപാടുകാരെയെല്ലാം സൗദിയും UAEയും എല്ലാം പുറത്താക്കി. എന്നാൽ അവരെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ബ്രിട്ടനിലേക്ക് ചേക്കേറിയിരിക്കുകയാണെന്നും ബ്രിട്ടൻ അവർക്ക് സംരക്ഷണം ഒരുക്കുകയാണെന്നും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് ഇസ്ലാമിക ബ്രദർഹുഡ് എന്നും ഇത്തരം സംഘടനയുടെ എല്ലാ ചെലവും ഏറ്റുവാങ്ങി ബ്രിട്ടനിൽ ഭീകരവാദികൾ അനുദിനം പെരുകിക്കൊണ്ടിരിക്കുകയാണെന്നും അതിനെതിരെ ഫലപ്രദമായി ഒന്നും ചെയ്യാനാകാതെ സ്റ്റാർമർ സർക്കാർ കുഴയുകയാണെന്നും അംജദ് താഹ അന്ന് തുറന്നു പറഞ്ഞിരുന്നു. I think you have more extremists in UK than you have in the Middle East. Really? At this stage, absolutely. The things that some of the Islamists say in various mosques, and we have been seeing that online, the terminology they use, the analysis they make, the statements they actually make, they would not be able to say it all the way in Afghanistan, for example, or in Iraq. In the name of democracy, so the Muslim Brotherhood, who are the Islamists, who are the main ones, are ruling and controlling in various press when it comes to the Muslim society and community in the UK.
they control the whole narrative, and the Muslim Brotherhood and the Islamists are the radical Islamists. They are the Islamists, and they use the freedom of speech in a manner where they will be anti-Semite in the name of freedom of speech. I absolutely stand against that, because I think anti-Semitism is not an opinion; it's a crime, and a crime against humanity. മിഡിൽ ഈസ്റ്റിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ തീവ്രവാദികൾ UK-യിൽ ഉണ്ടെന്നും അവർ വിവിധ പള്ളികളിൽ പറയുന്ന കാര്യങ്ങൾ താൻ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടെന്നും അവർ ഉപയോഗിക്കുന്ന പദങ്ങളും പ്രസ്താവനകളും താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ പോലും അനുവദിക്കുന്നതല്ലെന്നും ബ്രിട്ടനിൽ ഇപ്പോൾ ശക്തമായി വ്യാപരിക്കുന്നത് മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടനയാണെന്നും അവരുടെ സായുധ സേനയാണ് ഹമാസ് എന്നും താൻ ജനിച്ചു വളർന്ന UAE-യിൽ അവരെ നിരോധിക്കുകയും അവരുമായി ബന്ധമുണ്ടെന്ന് തോന്നിയ നിരവധി സംഘടനകളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും UK-യിൽ അവരെ നിരോധിച്ചിട്ടില്ലെന്നും ഇസ്ലാമോഫോബിയ എന്ന പദം തന്നെ ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളെയോ മുസ്ലിം ബ്രദർഹുഡിനെയോ വിമർശിക്കുന്നതിൽ നിന്ന് മറ്റുള്ളവരെ തടയാൻ വേണ്ടി മാത്രമാണെന്നുമുള്ള അവരുടെ വെളിപ്പെടുത്തൽ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിന്റെ പതനം ഏത് വിധത്തിലായിരിക്കുമെന്നതിന്റെ സൂചന തന്നെയാണ്. ഇപ്പോഴത്തെ ബ്രിട്ടീഷ് സർക്കാർ വോട്ട് ബാങ്ക് മുൻനിർത്തി മുസ്ലിങ്ങളെ പിന്തുണയ്ക്കുകയും അതിനെ എതിർക്കുന്ന ബ്രിട്ടീഷ് ജനതയെ പ്രോസിക്യൂട്ട് ചെയ്യുകയും ബ്രിട്ടനെ ഒരു ഖിലാഫത്താക്കി മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെന്നാണ് ബ്രിട്ടനിലെ യാഥാസ്ഥികരും തീവ്ര വലതുപക്ഷ പാർട്ടികളും ആരോപിച്ചത്. തന്റെ 20-അംഗ ക്യാബിനറ്റിലെ നീതിന്യായ സെക്രട്ടറിയായി പാകിസ്ഥാൻകാരിയും തീവ്ര ഇസ്ലാമിക ചിന്തകളുള്ള വ്യക്തിയുമായ ഷബാന മുഹമ്മദിനെ സ്റ്റാർമർ നിയമിച്ചതോടെയാണ് ഈ ആരോപണം ഉയർന്നത്. ആ വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ബ്രിട്ടനിലെ പൊതുവിദ്യാഭ്യാസത്തെ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഓഫ്സ്റ്റഡിന്റെ ഇടക്കാല ചെയർമാനായി കടുത്ത ഇസ്ലാമിസ്റ്റും മതപാഠശാല തലവനുമായ ഹമീദ് പട്ടേലിനെ നിയമിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കിയെന്നുള്ളതാണ്. സ്റ്റാർമർ സർക്കാർ ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനെ സമ്പൂർണമായി ഇസ്ലാമികവൽക്കരിക്കുവാനുള്ള നീക്കമാണെന്ന ശക്തമായ ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികൾ ആഴ്ചയിലൊരിക്കൽ ഹിജാബ് ധരിക്കുവാനും ഖുർആൻ പാരായണം ചെയ്യുവാനും ഓഫ്സ്റ്റഡിന്റെ പുതിയ ചെയർമാൻ ഹമീദ് പട്ടേൽ ആഹ്വാനം ചെയ്തുവെന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ UK-യിൽ പ്രചരിക്കുന്നുണ്ട്. ജൂതന്മാരെ പന്നികൾ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തിരുന്ന സൗദി അറേബ്യൻ മത പണ്ഡിതനായ ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ അൽ സുഡൈസിനെ UK-യിലെ കുട്ടികളോട് സംവദിക്കാനായി ക്ഷണിച്ചും ഹമീദ് പട്ടേൽ വിവാദം സൃഷ്ടിച്ചിരുന്നു. മതമൗലികവാദം UK-യിലെ സ്കൂളുകളെ ബാധിക്കുമെന്ന ആശങ്കയും ഹമീദിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ UK-യിൽ ശക്തമാണ്. UK-യെ കുറിച്ച് ഇപ്പോൾ കേൾക്കുന്നതെല്ലാം കറപുരളാത്ത യാഥാർത്ഥ്യങ്ങളാണെന്നും അതിന് വഴിവെച്ചത് തദ്ദേശീയരുടെ അലസതയും ദൗർബല്യങ്ങളും ആണെന്നുമാണ് ബ്രിട്ടനിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ. സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ ബ്രിട്ടൻ വളരെ കാലം മുൻപേ ഇസ്ലാമിക രാഷ്ട്രമായി മാറിയിരുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി അവർ പറയുന്നത് UK-യിലെ തദ്ദേശീയരായ വോട്ടർമാർ കൂടുതലും മടിയന്മാരോ പൊതുവിവരമില്ലാത്തവരോ ആയതിനാൽ അവർ പൊതു തെരഞ്ഞെടുപ്പിൽ അവരുടെ സമ്മതിദാന അവകാശം പോലും വിനിയോഗിക്കാറില്ലെന്നാണ്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് 20% താഴെ മാത്രം ആളുകളായിരുന്നു. ഇത്തരം പ്രവണതകൾ കൃത്യമായി നിരീക്ഷിച്ച ഇസ്ലാമിസ്റ്റുകൾ സ്വന്തം സ്ഥാനാർത്ഥികളെ മുന്നോട്ട് വെക്കുകയും അനുയായികളോട് വോട്ട് ചെയ്യാൻ പറയുകയും ചെയ്തുകൊണ്ട് അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുകയുമാണെന്നുമാണ് വിശ്വസനീയമായ സർവേയിൽ നിന്ന് പുറത്തുവരുന്ന കാര്യങ്ങൾ. ഹുംസ യൂസഫ് എന്ന പാകിസ്ഥാൻകാരൻ സ്കോട്ട്ലാൻഡിന്റെ ഫസ്റ്റ് മിനിസ്റ്റർ ആയതും അവിടുത്തെ ആദ്യത്തെ മന്ത്രി മുസ്ലിം ആയതും നിരവധി MP-മാരെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ജയിപ്പിച്ചതും ഇതേ പാറ്റേണിൽ തന്നെയായിരുന്നു. അത്തരക്കാരുടെ എണ്ണം ദിവസേന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ്. പ്രാദേശിക രാഷ്ട്രീയത്തിലും കൗൺസിലുകളിലും സ്കൂൾ ബോർഡുകളിലും പോലീസ് അധികാരികളിലും ഇതേ സ്ഥിതിഗതികൾ ആവർത്തിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. ബ്രിട്ടനിൽ ക്രൈസ്തവീകത ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ആഗോള ക്രൈസ്തവീകതയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തം തന്നെയായിരിക്കും അത്. ക്രൈസ്തവീകതയിൽ ഊന്നി നിന്നുകൊണ്ട് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് തുറന്നുവെച്ച
തീവ്ര വലതുപക്ഷ യാഥാസ്ഥിക നീക്കങ്ങൾ ബ്രിട്ടനിലും പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ ബ്രിട്ടന്റെ സൂര്യനെ ഭീകരതയുടെ തമോ ഗർത്തങ്ങൾ വിഴുങ്ങുക തന്നെ ചെയ്യും.